ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിലെ പോലീസിന്റെ തിരച്ചിലിൽ ഇതുവരെയും എന്താണ് കണ്ടെത്താൻ കഴിഞ്ഞത്? സാക്ഷി ചൂണ്ടിക്കാട്ടിയ 17 ഇടങ്ങളിലെ പരിശോധന പൂർത്തിയായതോടെ ഏവരും ഉറ്റുനോക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലേക്കാണ്. SIT തിങ്കളാഴ്ച ബെൽത്തങ്ങാടി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നാണ് സൂചന. 6ാമത്തെ പോയിന്റിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങളെക്കുറിച്ചല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ എന്നതിന് സ്ഥിരീകരണമില്ല. പരിശോധനയിൽ കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികളും ബംഗളൂരുവിൻ്റെ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇവയുടെ പരിശോധനാ ഫലവും അടുത്തയാഴ്ച ലഭിച്ചേക്കും. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക പരമ്പര വെളിപ്പെടുത്തലിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയായി. ഇതോടെയാണ് കേസിൽ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ SIT ഒരുങ്ങുന്നത്. തിങ്കളാഴ്ചയോടെ ബെൽത്തങ്ങാടി പ്രിൻസിപ്പൽ സിവിൽ ജഡ്ജിക്കും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനും പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക. അതിനു മുമ്പ് സംസ്ഥാന സർക്കാരിന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം BNS സെക്ഷൻ 193/9 പ്രകാരം കൂടുതൽ അന്വേഷണത്തിനായി SITക്ക് കോടതിയോട് അഭ്യർത്ഥിക്കാനും കഴിയും. റിപ്പോർട്ട് സമർപ്പിക്കാൻ SITക്ക് 90 ദിവസത്തെ സമയപരിധിയുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 183 പ്രകാരം ജൂലൈ 11-നാണ് സാക്ഷിയുടെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തിയത്. തുടർന്ന് ജൂലൈ 19-നാണ് കേസന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചത്. മുൻ ശുചീകരണ തൊഴിലാളി ജൂലൈ 3-ന് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ സമർപ്പിച്ച പരാതിയിൽ 1995-നും 2014-നും ഇടയിൽ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിയിൽ ജോലി ചെയ്തിരുന്നതായി വ്യക്തമാക്കിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 100ഓളം മൃതദേഹങ്ങൾ സൂപ്പർവൈസർമാരുടെ ഭീഷണിയെ തുടർന്ന് ധർമ്മസ്ഥലയിലെ വിവിധയിടങ്ങളിൽ മറവ് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു മൊഴി. സാക്ഷി ചൂണ്ടിക്കാട്ടിയ 17 ഇടങ്ങളിൽ ഇതുവരെ മണ്ണ് നീക്കി പരിശോധന നടത്തി. ഇതിൽ 6ാമത്തെ പോയിന്റിലാണ് നിർണായകമായ തെളിവ് ലഭിച്ചത്. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചോ എന്നതിന് സ്ഥിരീകരണമില്ല. സീൽ ചെയ്ത കവറിലായിരിക്കും SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക. പരിശോധനയിൽ കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികളും ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇവയുടെ പരിശോധനാ ഫലവും അടുത്ത ആഴ്ച ലഭിച്ചേക്കും. ന്യൂസ് 18 ധർമ്മസ്ഥല.